നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പോ മാലിട്ടിരിക്കുന്നോണ്ട് അവന് പ്രശ്നത്തിനൊന്നും പോകാൻ പറ്റില്ല. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അതിനെ കുറിച്ച് ഓർത്ത് മഹിമ പേടിക്കണ്ട. എടോ, മഞ്ജു ഒരു പോലീസുകാരിയല്ലേ, അവക്ക് സ്വന്തം കാര്യം നോക്കാനൊക്കെ അറിയാന്നേ. ദേ, താൻ നന്നായിട്ട് പഠിക്കാൻ മാത്രം നോക്കിയാൽ മതി. വക്കീല് ആദ്യമായിട്ടല്ലേ മലയ്ക്ക് പോകുന്നേ? അതെ, ഞാൻ കുഞ്ഞായിരുന്നപ്പോ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. ആഹാ, അത് ശരി. അപ്പോ ഇക്കാര്യത്തിലും താനും എന്റെ സീനിയർ ആണല്ലേ? അല്ല, ഞാൻ പോയിട്ട് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? അരവണയോ അപ്പോ? വക്കീൽ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങ് വന്നാ മാത്രം മതി. എന്നാ ഞാൻ പോട്ടെ, ഇപ്പഴേ ലേറ്റായി. ശരി. മുകുന്ദ, വന്ന് വന്ന് റോഡിലൊക്കെ വെച്ചായോ പ്രേമിക്കല്? ഇണക്കുരുവികള് പ്രേമിച്ചൊക്കെ നടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഇത് നാട്ടുകാരെ വിശ്വസിപ്പിക്കുകയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇത്ര പബ്ലിക്കായിട്ട് അവളുടെ കൂടെ കറങ്ങരുത്. ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ മുകുന്ദ? വല്ല റൂം എടുത്തോ മറ്റും വേണ്ട ഇതൊക്കെ ചെയ്യാൻ. നിർത്തിയേ, ഞാൻ മാറിയിട്ട് പോയി. ഇല്ലെങ്കിലേ നീ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. നിന്റെ വൃത്തിയായിട്ട മനസ്സിലെ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങൾ മാത്രമേ വരൂ. അതിനെ എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷെ നീ കാരണം മഹിമയ്ക്ക് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായാൽ എനിക്കത് വിഷയമാ. ഓ, അവളോട് അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ? നീ ഒരു കാലത്തും നന്നാവില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുണ്ടായ ബന്ധത്തെപ്പറ്റി ഞാൻ സഞ്ജയോട് പറയാൻ പോവാ. മുകുന്ദ, ഞാൻ വെറുതെ ഒരു തമാശക്ക് നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ഒരിക്കലും മഹിമയെ കുറിച്ച് മോശം പറയില്ല. നിന്നെ എനിക്ക് വിശ്വാസമില്ല. നീയേ ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എന്തായാലും സഞ്ജയോട് സംസാരിക്കും. അയ്യോ മുകുന്ദ, ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നീ എന്തീ കാണിക്കുന്നേ? ഇത്തവണത്തേക്ക് കൂടി ക്ഷമിക്കുക. ഇനി നീ ഇങ്ങനെ സംസാരിച്ചാ പിന്നെ താക്കീതൊന്നും ഉണ്ടാവില്ല. നേരെ സഞ്ജയെടുത്ത് കാര്യങ്ങളെത്തും. ഞാനിനി നിന്റെ വഴിക്ക് വരില്ല, അതെന്റെ വാക്കാ. വരാതിരുന്ന നിനക്ക് കൊള്ളാം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഈ വിഷയം ഇവൻ എനിക്കെതിരെ ആയുധമായിട്ട് ഉപയോഗിക്കും. എന്തെങ്കിലും ചെയ്ത് സഞ്ജയോട് ഇവ സത്യം പറഞ്ഞാലും അവൻ വിശ്വസിക്കാത്തതുപോലെ വരുത്തി തീർക്കണം. സഞ്ജുവേട്ടാ, ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് സഞ്ജുവേട്ടനൊന്ന് കാണണം. ഞാനിവിടെ കോളേജിനടുത്തുണ്ട്. സഞ്ജുവേട്ടനൊന്ന് വരാൻ പറ്റുമോ? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. അത്യാവശ്യമാ, ഒന്ന് വേഗം വരുമോ? സ്വപ്നെ, നീ എന്തിനാ കരയുന്നേ? കാര്യം പറ സ്വപ്നെ. എന്നോട് ഒരാൾ മോശമായിട്ട് പെരുമാറി സഞ്ജുവേട്ടാ. ആരാവൻ? മുകുന്ദൻ. ആ പേടിത്തൊണ്ട വക്കീലോ? അവൻ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? അവനൊരു മാന്യനാണെന്ന എല്ലാവരുടെയും വിചാരം. അപ്പൊ ആരും അവനെ സംശയിക്കില്ലല്ലോ. എനിക്ക് പോലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീട്ടില് ആരുമില്ലാത്ത സമയം നോക്കി അവൻ വന്നത്. ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോ അവൻ എന്നെ
പുറകിൽ നിന്ന് കയറി പിടിച്ചു. ഞാൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. അപ്പുറത്തെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. നീ ഇതിനെപ്പറ്റി ഗിരിയോട് പറഞ്ഞില്ലേ? സഞ്ജുവേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഗിരിയേട്ടൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടല്ലോ. അപ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞാലും ഗിരിയേട്ടന് മുകുന്ദനെതിരെ തിരിക്കാൻ വേണ്ടി ഞാൻ നുണ പറയുവാണെന്നേ ഗിരിയേട്ടൻ കരുതൂ. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ മുകുന്ദൻ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത്. ഇതാണ് ഇവളുടെ മുന്നിൽ ഷോ കാണിക്കാൻ പറ്റിയ അവസരം. നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ ഞാൻ നിന്റെ ആരാ? സഞ്ജുവേട്ടാ, നീ എന്റെ പെണ്ണ. നിന്നെ തൊട്ടതിന് അവൻ ഒരുപാട് ദുഃഖിക്കും. തല്ലിനൊന്നും പോണ്ട സഞ്ജുവേട്ടാ. സഞ്ജുവേട്ടൻ എന്റെ പ്രശ്നങ്ങൾ കേട്ടല്ലോ, എനിക്കത് മതി. പക്ഷേ എനിക്കത് പോരാ. സഞ്ജുവിന്റെ പെണ്ണിനെ തൊട്ടാ എന്ത് സംഭവിക്കുമെന്ന് ആ മണ്ടം വക്കീലെന്ന് അറിയും. അവന് നല്ല പണി കൊടുത്തിട്ടേ നമ്മൾ തമ്മിൽ കാണൂ. ഇനി ഈ പ്രശ്നം എന്റെ കാമുകന്മാര് തമ്മിൽ തല്ലി തീർക്കട്ടെ. സഞ്ജയ് സാറേ, അവനെൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. പണി തീർത്തിട്ട് വിളിക്കാം. ശരി. നീ എന്തിനാണ് തല്ലണേ? കാര്യം പറഞ്ഞിട്ട് തല്ലടാ. നിനക്ക് ഞാൻ കാര്യം പറഞ്ഞുതരാടാ. ഞാൻ ബാലിട്ടുണ്ട് സാമിയാ. നിന്റെ ഒരു സാമി. നിക്കടാ അവിടെ. നിക്കടാ. ഇപ്പൊ നീ രക്ഷപ്പെട്ടോ? നിന്നെ എന്റെ കയ്യിൽ കിട്ടും. ഞാൻ എടുത്തോളാം.